നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര കരുതലോടെ കരുതുന്നു, എത്ര എത്ര സ്നേഹത്തോടെ, എത്ര റെസ്പെക്റ്റോടുകൂടി കരുതുന്നു, അതിനനുസരിച്ചാണ് അവരുടെ ഭാവി രൂപപ്പെടുന്നത്. അവരെത്ര പോസിറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളായി നാളെ മാറുമെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അവരുടെ നാളത്തെ ഫോക്കസ്, അവരുടെ നാളത്തെ അറ്റൻഷൻ, അവരുടെ നാളത്തെ ആറ്റിറ്റ്യൂഡ് എല്ലാം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ കരുതുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു ജാപ്പനീസ് ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ജപ്പാനിലെ കുട്ടികളെയൊക്കെ അവരെങ്ങനെയാണ് ആദ്യകാലത്തൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്, ഒരു 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇതൊക്കെ വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പേരൻസുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. തീർച്ചയായിട്ടും 5 വയസ്സ് 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസിനും ആരും തയ്യാറാവരുത്. കാരണം ആ സമയത്തുള്ള കോംപ്രമൈസുകളൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും ഒരു ലേറ്റർ സ്റ്റേജിൽ സംഭവിക്കുക. അത് വരാതിരിക്കട്ടെ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഞാൻ എവിടെയോ വായിച്ചു, എവരി ചൈൽഡ് വി എൻകൗണ്ടർ ഈസ് എ ഡിവൈൻ അപ്പോയിൻമെൻറ്റ്. സത്യത്തിൽ ഓരോ കുഞ്ഞുങ്ങളും ഭയങ്കരമായ ഒരു ഡിവിനിറ്റിയാണ്. നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന മക്കളാണെങ്കിലും സത്യത്തിൽ ആ മക്കളൊക്കെ വളർന്നു വന്ന് അവരാരായിത്തീരുന്നെന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ സമാധാനവും നമ്മുടെ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഉറക്കവും ഒക്കെ നാളെ തീരുമാനിക്കപ്പെടുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ ലോകം. ഇന്ന് ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളില്ലെങ്കിൽ നാളെ ക്വാളിറ്റിയുള്ളൊരു ജീവിതം നമുക്കും പ്രതീക്ഷിക്കാൻ യാതൊരു അർഹതയുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ വളരെ പ്രഷ്യസായിട്ട്, വളരെ ഡിഗ്നിഫൈഡായിട്ട്, വളരെ റെസ്പെക്റ്റോടുകൂടി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അത് ഇപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ചെയ്യാതെ പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൈയൊഴിയാനൊന്നും പറ്റില്ല. സമൂഹത്തിലുള്ള എല്ലാവരും ആ കാര്യത്തിൽ കൈകോർക്കേണ്ടതായിട്ടുണ്ട്. അത് വിദ്യാഭ്യാസമാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും സർക്കാരുകളാണെങ്കിലും ഒരു കുട്ടിയുടെ കുടുംബത്തിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിലും അയൽക്കാരാണെങ്കിലും എല്ലാവരും ആ കാര്യത്തിൽ വളരെ ജാഗൃതരാകേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ കുഞ്ഞും ശരിയായ രീതിയിൽ വളർന്നു വന്നില്ലെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന് പൊട്ടൻഷ്യലായിട്ടൊരു ത്രെറ്റായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്ന് സമൂഹത്തിലൊക്കെ നടക്കുന്നത്. ഭയങ്കര ക്രൈമൊക്കെ നമ്മൾ കാണുമ്പോൾ, ഭയങ്കര ഫ്രോഡൊക്കെ കാണുമ്പോൾ, ഭയങ്കര തരത്തിലുള്ള വയലൻസുകൾ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു കാലത്ത് വളരെ ദിവ്യമായ കുഞ്ഞുങ്ങളായിരുന്നു. നമ്മളത് കരുതാത്തത് കൊണ്ടാണ് ഇന്ന് അവർ ആ അവസ്ഥയിലെത്തിയത്. കഴിഞ്ഞ ദിവസം ഗൾഫിലുള്ള ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അങ്കിള് ചെറുപ്പക്കാർ കുറച്ച് പേര് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നു, നിങ്ങളെന്തിനാണ് എൻ്റെ രാത്രിയിൽ ഇവിടെയൊക്കെ കൂടിയിരിക്കുന്ന, വീട്ടിൽ പോയിക്കൂടെ എന്നൊക്കെ ചെന്ന് ചോദിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. രാത്രിയിൽ ഈ ചോദിച്ച ആളുടെ വീട്ടിൽ അവരടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെല്ലുന്നത്? അവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല അനുഭവങ്ങളും നല്ല സംസ്കാരവും നല്ല മൂല്യവും നല്ല ഇടപെടലുകളുമൊക്കെ അവർ ലോകത്ത് നിന്ന് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വളർന്നു വന്നപ്പോൾ ഇതുപോലെ മോശപ്പെട്ട മനുഷ്യരായി അടിക്കാനും കൊല്ലാനും ഒക്കെ ചെല്ലുന്ന മനുഷ്യരായിട്ട് ഒരിക്കലും മാറുമായിരുന്നില്ല. നമ്മൾ എന്താ അവരിലേക്ക് കൊടുക്കുന്നു അതാണ് അവരിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു 5 വയസ്സ് വരെയുള്ള കാലത്ത് എത്ര കണ്ട് പരിഭാവനമായിട്ട്, എത്ര കണ്ട് ഡിഗ്നിഫൈഡായിട്ട്, ഒരു ഡിവിനിറ്റിയോടെ നമുക്ക് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാം. ഞാൻ ഈ അടുത്തിടയിൽ ജപ്പാനിലെ കുഞ്ഞുങ്ങളും അവരെ എങ്ങനെയാണ് കൂടുതൽ ഫോക്കസ് ഉള്ളവരാക്കി, കൂടുതൽ ഓർഗനൈസ്ഡാക്കി, കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കി, മിടുക്കരാക്കിയൊക്കെ മാറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിൽ ഒരു കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല. അവർ സ്ലീപ്പിന് വലിയ പ്രയോറിറ്റി കൊടുക്കുന്നു, ഉറക്കത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഒരുപക്ഷെ സയൻറ്റിഫിക്കായിട്ടുള്ള സ്റ്റഡീസൊക്കെ പറയുന്നത് ഉറക്കം കുട്ടികൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾ എത്ര കണ്ട് ഉറങ്ങുന്നോ അത്ര കണ്ട് അവരുടെ ബുദ്ധിശക്തി മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ അവർക്ക് നല്ല റിപ്പയറിങ് ഉണ്ടാകുന്നു. മാത്രമല്ല അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ഓർമ്മയിലേക്ക് പ്രവേശിക്കുന്നു. അവർ കൂടുതൽ ശാന്തരാകുന്നു, സമാധാനമുള്ളവരാകുന്നു. ഇതിനൊക്കെ ഉറക്കം വളരെയധികം പ്രധാനമാണ്. ഉറക്കത്തിന് ഒരു ഔഷധത്തിൻ്റെ ഗുണം തന്നെയുണ്ട്. അപ്പം ജപ്പാനിലെ കുട്ടികൾ, പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ഒരു 12 മണിക്കൂർ വരെ ഉറങ്ങുന്നവരാണ്. അത് അവരുടെ ജീവിതത്തിന് വലിയ ഗുണമുണ്ടാക്കുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ടോക്കിയോ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ചില പഠനങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഉറക്കത്തിന് യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത പേരൻസ്. അവർ രാത്രികാലങ്ങളിൽ ഡിന്നർ പോവുക, തോന്നുന്ന സമയത്ത് കിടക്കുക, തോന്നുമ്പോൾ സിനിമയ്ക്ക് പോവുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർക്കില്ല. കാരണം അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ
കൃത്യമായി ഉറക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അവരെ വളരെ നേരത്തെ തന്നെ ഉറക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസും അവിടുത്തെ പേരൻസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തലമുറയൊക്കെ അപേക്ഷിച്ച് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനുള്ള അവസരങ്ങൾ കുറയുന്നു, ഉറങ്ങാനുള്ളൊരു പ്രയോറിറ്റി കുറയുന്നു. ഉറക്കത്തെക്കുറിച്ചൊന്നും പേരൻസ് അത്ര കണ്ട് ചിന്തിക്കുന്നില്ല. പക്ഷേ ഇത് കുഞ്ഞുങ്ങളിൽ വലിയ ഡാമേജുകളാണ് സൃഷ്ടിക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഡിസോർഡറും ഒക്കെയുള്ള കുട്ടികളെ പറ്റി ഭയങ്കരമായിട്ട് വാചാലമാകുമ്പോഴും പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളെയൊക്കെ നാച്ചുറലായിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു വലിയ മരുന്നാണ് ഉറക്കം എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമതായിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അവർക്ക് ഈ നേച്ചറുമായിട്ട് ഡെയിലി ടൈമുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നും പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കണം. പ്രത്യേകിച്ച് മഴ, വെയിൽ, അതുപോലെ തന്നെ മണ്ണ്, ഈ കാര്യങ്ങളൊക്കെ അവർ പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അവർ ഇപ്പോൾ പ്രകൃതിയിലിറങ്ങി ധാരാളമായിട്ട് വെള്ളത്തിൽ കളിക്കുകയും മണ്ണിൽ കളിക്കുകയും ഉരുളുകയും വെയിൽ കൊള്ളുകയും ചാടുകയും ഓടുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായിട്ട് ചേർന്ന് അവർ ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. അവർക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെൽത്തി ഒരു ഔട്ട്കം അവരിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ പ്രകൃതി തന്നെ ഒരു വലിയ വിദ്യാഭ്യാസമാണ്. പ്രകൃതിയിൽ കളിക്കുക, പ്രകൃതിയിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഇടപെടുക, പക്ഷികളെ കാണുക, മൃഗങ്ങളെ കാണുക, മരം കാണുക, പൂക്കൾ കാണുക, അതുമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രകൃതിയിലൊക്കെ ഇറങ്ങി നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾ, ഓടിച്ചാടിയൊക്കെ നടക്കുന്ന കുട്ടികൾ, മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടുന്ന കുട്ടികൾ, ജന്തുക്കളുമായിട്ടും പക്ഷിമൃഗാദികളുമായിട്ടൊക്കെ ഇടപെടുന്ന കുട്ടികൾക്കുള്ള കരുത്ത് പൊതുവേ കൂടുതലായിരിക്കും. ഇന്ന് നമ്മൾ സൗകര്യങ്ങൾ കൂടുന്തോറും കുട്ടികളെ എങ്ങനെ പ്രകൃതിയിൽ നിന്നും കൂടുതൽ മാറ്റാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ശല്യമൊന്നുമില്ല, നമുക്കൊരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ചേക്കാമെങ്കിൽ ഒരു ശല്യമില്ല, കുട്ടികളെ പുറത്തുനിന്ന് ഇറക്കി വിടാതിരിക്കാമെങ്കിൽ ഒരു ശല്യമില്ല. എങ്ങനെ ഇവരെ അകത്ത് പൂട്ടിയിടാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എത്ര വലിയ അർബൻ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഈ കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കി വിട്ടില്ലെങ്കിൽ ഇതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളിലുണ്ടാകും. കുട്ടികൾ നന്നായിട്ട് പ്രകൃതിയിലാകുമ്പോൾ അവർക്ക് വളരെ അൺകണ്ടീഷണലായിട്ട് വെൻറ്റിലേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. അവർക്ക് ഓടാനും ചാടാനും ഉരുളാനും എല്ലാം ഉള്ള അവസരങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ അവരുടെ എനർജിയൊക്കെ കുറേ ഒന്ന് വെൻറ്റിലേറ്റ് ചെയ്യുകയും അവരുടെ അഗ്രസീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെൻറ്റിലേറ്റ് ചെയ്യുക, അവർ കുറേ കൂടെ റിലാക്സ്ഡ് ആകുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. മൂന്നാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, അവർ ഈ സ്ക്രീൻ ടൈം വളരെയധികം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 വയസ്സ് വരെ 0 സ്ക്രീൻ ടൈമാണ് അവർ പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. 3 വയസ്സ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടുതൽ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് കിട്ടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു, അതിന് വലിയ പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് കുറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ആക്ടിവിറ്റീസ് വേണം. അപ്പോൾ മറ്റ് ആക്ടിവിറ്റീസ് ധാരാളമായിട്ട് അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അവരുടെ സ്ക്രീൻ ടൈം കുറഞ്ഞു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം പേരൻസ് അവരോടൊപ്പം ചിലവഴിക്കുന്നു, മുതിർന്നവരൊക്കെ അവരോട് കൂടുതൽ സമയം ചിലവഴിക്കുന്നു. ഇത് സ്കൂളിലും ഈ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലോകരാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ ഇന്ന് സ്കാൻഡിനേവിയൻ കൺട്രീസിലും ഒക്കെ ഈ സ്ക്രീൻ ടൈമും ഈ സ്ക്രീൻ ബേസ്ഡ് ടെക്നോളജികളുമൊക്കെ കുട്ടികളുടെ ജീവിതത്തിൽ പരമാവധി കുറയ്ക്കാനാണ് അവർ ചെറിയ പ്രായത്തിൽ ശ്രമിക്കുന്നത്. ചെറിയ പ്രായത്തിൽ അവർക്ക് വേണ്ടത് കുറച്ചുകൂടെ ഒരു ഹോൾസം എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു കാര്യം, കുട്ടിയൊന്ന് വഴക്കിട്ടാൽ ബഹളം വെച്ചാൽ ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ TV ഓൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുട്ടികളെ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുത്തി നമ്മൾ വളരെ സൗകര്യപ്രദമായി കാര്യങ്ങളെ നടത്തുന്നവരാണ്. പക്ഷേ പേരൻറ്റിങ് ഒരു കൺവീനിയൻസ് അല്ല. പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്ന ഒരു കാര്യമല്ല. പേരൻറ്റിങ് കൃത്യമായ കൺവിക്ഷനാണ്, ശരിയായ ധാരണകളും ശരിയായ ഉറപ്പുമാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ജപ്പാനിലെ മനുഷ്യരെ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ സ്ക്രീന് കൂടുതൽ കാണുന്ന കുട്ടികളിൽ അവരുടെ ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകുന്നു, അവരുടെ ഫോക്കസ് കുറയുന്നു, ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറയുന്നു, അവർ കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു, അറ്റൻഷൻ ഡെഫിഷ്യൻസി അവരിൽ കൂടുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുട്ടികളിലുണ്ടാകുന്നു. അവരിൽ ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. കാരണം കഴുത്തിനും കണ്ണിനും നട്ടലിനും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടെക്നോളജികളെല്ലാം വിറ്റഴിക്കാനായിട്ട് കുട്ടികളെ കൂടി അങ്ങ്
ടാർഗറ്റ് ചെയ്യുകയാണ്. ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങൾ കോഡിങ് പഠിക്കുന്നതിനെക്കുറിച്ചും കുഞ്ഞുങ്ങൾ ഗൂഗിളിൽ കയറുന്നതിനെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളെ പറ്റി ഭയങ്കരമായ ആവേശം കൊള്ളുന്ന ഒരാളുടെ വീഡിയോ കണ്ടു. അവിടെ പേരൻറ്റിങ് വീഡിയോ ഒക്കെയാണ്, പക്ഷേ അവിടെ പേരൻറ്റിനോട് പറയുന്നത് പിന്നേക്കാളും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം. അവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നു, ഇത് കണ്ടുപിടിക്കുന്നു. ഇതൊന്നും വലിയൊരു കഴിവല്ല സത്യത്തിൽ. കാരണം ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന ഒരു കഴിവായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് കുട്ടികളുടെ കഴിവിനെ കുറയ്ക്കുന്നൊരു കാര്യമാണ്. അവർ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങളെ കണ്ടുപിടിക്കാനും കാരണം എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഒരു റിസർച്ചറായിട്ടും ഒരു സയൻറ്റിസ്റ്റായിട്ടും ഒക്കെയാണ്. എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും സ്വന്തമായിട്ടൊരു അന്വേഷണാത്മകതയൊക്കെ ഉള്ള കുട്ടികളാണ്. അവരുടേതായ നാച്ചുറൽ രീതിയിൽ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളും കളിക്കാനുള്ള അവസരങ്ങളും ഇടപെടാനുള്ള അവസരങ്ങളും ഒക്കെ കൊടുത്താൽ അവർ ഈ ChatGPTയുടെയും ഗൂഗിളിൻ്റെയും ഒന്നും പുറകിന് ആദ്യം തന്നെ പോകത്തില്ല. ഓഫ് കോഴ്സ് അവർ പ്രായമാകുമ്പോൾ അതൊക്കെ അവർക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ചെറിയ പ്രായത്തിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ് വ്യത്യാസമാണ്. പ്രത്യേകിച്ച് ഒരു ഫൗണ്ടേഷണൽ ടൈമാണ് ഈ ചെറിയ പ്രായം. ഒരു 6-7 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷണൽ ടൈമാണ്. ആ സമയത്ത് നമ്മൾ അവർക്ക് സ്ക്രീൻ ടൈം കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് കഴിവുകളെല്ലാം ഈ കുട്ടികൾക്ക് കുറഞ്ഞു പോകുന്നു. അവർക്ക് കയ്യും കാലും ഉപയോഗിക്കാനുള്ള കഴിവുകൾ തന്നെ കുറഞ്ഞു പോകുന്നു. ബ്രെയിൻ ഉപയോഗിക്കാനുള്ള കഴിവുകൾ കുറഞ്ഞു പോകുന്നു. മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള കഴിവുകൾ കുറഞ്ഞു പോകുന്നു. പ്രകൃതിയുമായിട്ട് ഇടപെടാനുള്ള കഴിവുകൾ കുറഞ്ഞു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ക്രീൻ ടൈം കുറച്ച് അവരെ കൂടുതൽ മിടുക്കരാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഇത് നമ്മുടെ ഇന്ത്യയിലെ പേരൻറ്റിങ്ങിലും അത് ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നാലാമതായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം, അവർ ധാരാളമായിട്ട് പ്ലേ ടൈം അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചെറിയ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ഓടിച്ചാടി കളിക്കാനും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും പിന്നെ ധാരാളം ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് അവർക്ക് കിട്ടാനുമൊക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അത് വളരെയധികം ആ കുട്ടികളുടെ ജീവിതത്തിന് പ്രയോജനം ഉണ്ടാകും. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് അധികമൊന്നും അനങ്ങാതിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ പല കുട്ടികളും. അത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അവർക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കുക, കൂടുതൽ മൂവ്മെൻറ്റ്സ് കൊടുക്കുക, കൂടുതൽ കാര്യങ്ങളിൽ അവരെ ഇടപെടുത്തുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവരവരുടെ കുട്ടികളെ വളരെ ആക്റ്റീവായിട്ട് നിലനിർത്തും. ആക്റ്റീവായിട്ടുള്ള കുട്ടികളിലെ ഹാപ്പി ഹോർമോൺസ് കൂടുന്നു. ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അവർക്ക് ബ്രെയിനിലുള്ള ആക്ടിവിറ്റീസൊക്കെ കൂടി അവർ കുറേ കൂടി സ്ട്രോങ്ങർ ആകുകയും കുറേ കൂടെ ഫിസിക്കലി സ്മാർട്ടർ ആകുകയും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളവരായി മാറുകയും കൂടുതൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ധാരാളം ആക്ടിവിറ്റീസിലേക്ക് നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് തക്കവണ്ണം അവരുടെ ജീവിതത്തെയും സാഹചര്യത്തെയും ഒക്കെ ഒരുക്കണം. പ്രത്യേകിച്ച് സ്കൂളിങ്ങിലൊക്കെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ചെറിയ ക്ലാസ്സുകളൊക്കെ മാറേണ്ടത് വളരെ ആവശ്യമാണ്. അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുകയും അവരെ കൊണ്ട് അവരെ എല്ലാത്തിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുകയും അവരെ എൻഗേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ടാകണം. പ്രത്യേകിച്ച് ഇപ്പോൾ അവധിയൊക്കെ വരുമ്പോൾ ഈ ആക്ടിവിറ്റിക്ക് ധാരാളം പ്രാധാന്യം കൊടുത്താൽ കുഞ്ഞുങ്ങളിൽ അതിൻ്റേതായ വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഞ്ചാമതായിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. ആക്ടിവിറ്റി മാത്രമല്ല, അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അടുക്കളയിൽ തന്നെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാം. അവർക്ക് മാവ് കുഴയ്ക്കാം, അവർക്ക് പലതും ഇങ്ങനെ പീൽ ചെയ്യാം, പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവർക്ക് ഇൻവോൾവ് ആകാം. അവർക്ക് ക്ലേ കൊണ്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യാനും അതുപോലെ പല കാര്യങ്ങൾ ബിൽഡിംഗ് ബ്ലോക്കുകളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാനും ആർട്ട് ചെയ്യാനും ക്ലേ മോഡലിംഗ് ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ ആക്റ്റീവാക്കുക എന്നുള്ളതിൽ കൂടുതലാണ് ഈ ടെക്സ്ചറുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്ചറുകളിലൊക്കെ കുട്ടികൾ കളിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനും അവരുടെ കൈകൊണ്ട് ജോലി ചെയ്യാനും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കൈകൊണ്ട് അവർക്ക് ചെയ്യാനും ശരീരം ഉപയോഗിച്ച് ചെയ്യാനും ഒക്കെ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രാപ്തിയുള്ളവരാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ അതൊരു സ്കിൽ ഡെവലപ്മെൻറ്റാണ്. അവരുടെ ഒരു പ്രാപ്തിയും കഴിവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അത് കൂടുതൽ സഹായിക്കും. അവർ കൂടുതൽ കോൺഫിഡൻസ് ഉള്ളവരാകുകയും ഇതിലൂടെയൊക്കെ കുട്ടികളുമായിട്ടും കൂടെ ചേർന്ന് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഓർഗനൈസിങ് സ്കില്ലും ഒക്കെ അവർക്കുണ്ടാകുന്നു. ഇതെല്ലാം കളികളിൽ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ച് കളിക്കുന്നതൊക്കെ അവർക്ക് കൂടുതൽ പ്രയോജനകരമാകും. ഇപ്പോൾ ആക്ടിവിറ്റീസിൽ നമുക്ക് പല കളികളും ഉപയോഗിക്കാവുന്ന പോലെ തന്നെ സാധനങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് പലതരത്തിലുള്ള കളികളിലൂടെയൊക്കെ അവർക്ക് കാര്യങ്ങളെ
ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ പണ്ട് കാലത്തൊക്കെ അവർ കൊച്ചു പിള്ളേരൊക്കെ പോയിട്ട് മാവേലെറിയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പോയിട്ട് ജാമ്പയ്ക്ക പറിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാനായിട്ടില്ല, എല്ലാവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ വിവിധമായ പ്രതലങ്ങളെയും വിവിധമായ സാധനങ്ങളെയും വിവിധമായ ടെക്സ്ചറിനെയും ഒന്നും ഉപയോഗിക്കാനുള്ള അവസരങ്ങളൊന്നും അവർക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ പൊതുവേ ഇനിയുള്ള ജനറേഷനിലെ കുട്ടികൾ പിന്നെ ശരിയായിട്ടുള്ള ഒരു ലൈഫ് ചലഞ്ച് വരുമ്പോൾ അവർ വിൽറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ജപ്പാനിലെ കുട്ടികളെ അവർ ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. പല കാര്യങ്ങൾ അവർ ചെയ്യുന്നതിലൂടെ, പല കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആകുന്നതിലൂടെ, പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഒക്കെ അവർ കൂടുതൽ മിടുക്കരായി വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനമായ കാര്യം. ആറാമതായിട്ട് അവർ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിൽ ഇങ്ങനെ എടുത്തു വെച്ച്, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ എടുത്തു വെച്ച് അവർ മുഖത്തോട്ട് നോക്കി സംസാരിക്കുക. അതുപോലെ തന്നെ എതിർ സൈഡിൽ എതിരെ ഇരുന്ന് സംസാരിക്കുക, എതിരെ ഇരുന്ന് കളിക്കുക. കൂടുതൽ ക്വാളിറ്റി ടൈം നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ കുട്ടികളെ മടിയിലെടുത്ത് വെച്ചിട്ട് നമ്മൾ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നു, കുട്ടിയെ അധികം ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അങ്ങനെയല്ല. ജപ്പാനിലെ പേരൻസ് പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ കുട്ടികളുമായിട്ട് നേരിട്ട് ധാരാളം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ കൂടുതൽ ഇൻറ്റിമസി ഉണ്ടാകുന്നു, കൂടുതൽ ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു കരുത്താണ്. അവർ കൂടുതൽ സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് തന്നെ അവർക്ക് കിട്ടുന്നത് അവരുടെ ജീവിതത്തിൻ്റെ പൊതുവായ മെച്ചപ്പെടലിന് ഒരുപാട് സഹായകരമാകും. അതുകൊണ്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അത് മാത്രമല്ല, അവരെ കൊണ്ട് പറയിപ്പിക്കുക, അവരെ കേൾക്കുക, അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. കാരണം ഫേസ് ടു ഫേസ് ഇരുന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് അവരോട് പല കാര്യങ്ങളും ചോദിക്കാം. നമ്മൾ ഓപ്പൺ എൻഡഡ് ആയിട്ടൊരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ കീനായിട്ടിരുന്ന് നമ്മൾ അവരെ കേൾക്കുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനൊക്കെയുള്ള താല്പര്യം കൂടുന്നു. അപ്പോൾ ആ സംസാരത്തിൻ്റെ താല്പര്യം കൂടുമ്പോൾ അവർക്ക് കൂടുതൽ ലാംഗ്വേജ് ഉണ്ടാകുന്നു. കൂടുതൽ ലാംഗ്വേജൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് അവരുടെ ആശയങ്ങൾ വർദ്ധിക്കുന്നു. അവർ പിന്നെ സംസാരം കൂടുമ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. ചിന്തയിലൂടെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. ഒരു കുഞ്ഞിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് ഇത്തരത്തിലുള്ള ഫേസ് ടു ഫേസ് വർത്തമാനങ്ങളൊക്കെ വളരെയധികം സഹായിക്കും. അത് പേരൻസ് അങ്ങനെയുള്ള സമയം കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടും കമ്മിറ്റഡ് ആയിട്ടും കൊടുത്താൽ, അല്ലാതെ പിന്നെ വേറൊന്നിലും ശ്രദ്ധിക്കാതെ അവരെ മാത്രം പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് അവിടെ കുട്ടികൾ വാശിയൊക്കെ പിടിക്കുമ്പോൾ അവർ പതുക്കെ സമാധാനത്തോടുകൂടി അവരോട് ഇടപെടുന്നു. കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ അവർ വളരെ ശാന്തമായി തിരിച്ചിടപെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ അവർ കുട്ടികളെ ക്ഷമ പഠിപ്പിക്കുകയും കുട്ടികളെ സാവകാശം പഠിപ്പിക്കുകയും കുട്ടികളെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുകയും അവരെ കുറച്ചുകൂടെ കാര്യങ്ങൾ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുകയും ഒക്കെ ചെയ്യാനായിട്ട് അവിടുത്തെ പേരൻസ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളിൽ ചെറിയ പ്രായത്തിൽ, പ്രത്യേകിച്ച് ഒരു 5-6 വയസ്സ് പ്രായത്തിലൊക്കെ ഇത്തരത്തിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ശാന്തവും സമാധാനമുള്ളവരാക്കി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് മുതിർന്ന പ്രായത്തിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികളിലുണ്ടാകുകയും ഒരു കുറേ കൂടെ നല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവരുടെ മെമ്മറിയിലേക്കൊക്കെ ചെറിയ ബാല്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മെമ്മറിയിലേക്ക് വരുന്നു. അതൊക്കെ ഓർത്ത് വെച്ച് അവർ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. അവർ ഇമോഷണലി കുറേ കൂടെ റെഗുലേറ്റ് ചെയ്ത് ജീവിക്കാൻ അവർ പഠിക്കുന്നു. ഫോക്കസ് കൂടുന്നു, സ്കില്ല് കൂടുന്നു. അതുപോലെ തന്നെ അവരുടെ പൊതുവെയുള്ള ജനറൽ ലേണിംഗ് കൂടുന്നു. ഈ കാര്യത്തിലൊക്കെ അവർ മിടുക്കരായി മാറുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന പേരൻസ് ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. പല പേരൻസും പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ ജോലി തിരക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും സമയമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജോലിയുടെ ഒരു അടിമയാകണോ നിങ്ങൾ, നേരെ മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നേതാവാകണോ നിങ്ങളെന്നുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സാണ്. നിങ്ങളെല്ലാവരും ഒരു അടിമയെ പോലെ ജോലി ചെയ്യാനായിട്ട് 24 മണിക്കൂർ ശ്രമിച്ചാൽ ഈ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫോർച്യൂൺ കൊണ്ട് നിങ്ങൾക്ക് നാളെ ഒരു സന്തോഷമോ നല്ല ജീവിതമോ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മക്കൾ വില കുറഞ്ഞവരായി ഫിനിഷ് ചെയ്യപ്പെട്ടാൽ നമ്മൾ എത്ര പണം ഉണ്ടായിക്കൊണ്ട് വന്നാലും അവസാനം അതിൻ്റെ പ്രയോജനമൊന്നും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റില്ല.
അതുകൊണ്ട് ജോലിയൊക്കെ നമ്മൾക്ക് വേണം, ജോലി വേണ്ടെന്നല്ല. പക്ഷേ ജോലിയുടെ ഒരു അടിമയായി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞു പോകും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുള്ളത് അവരുടെ ഇൻഫൻറ്റ് കാലഘട്ടത്തിലാണ്, അവരുടെ ചൈൽഡ്ഹുഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. ആ സമയത്ത് തന്നെ കരിയറിൻ്റെ പുറകിന് നടക്കാതെ ജോലിയൊക്കെ ചെയ്യുക, ജോലി ചെയ്ത് വന്നിട്ടുള്ള സമയമെങ്കിലും അവരോടൊപ്പം കൂടുതൽ ചിലവഴിക്കുക. അപ്പോൾ പേരൻസൊക്കെ പറയുന്നൊരു കാര്യമാണ്, വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. ആ വീട്ടിലുള്ള ജോലികൾ ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യാമെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡ് വൈഫ്, വളരെ യങ്ങായിട്ടുള്ളൊരു കുട്ടിയുടെ ഹസ്ബൻഡ് വൈഫാണ്. ഞാൻ അവരുടെ ഒരു റൊട്ടീനൊക്കെ തിരക്കിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ആകെ കൂടെ ടാൻഡ്രമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസം രാത്രിയിൽ ആ കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കുന്നതിലും ആ കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിച്ച് കിടത്തി ഉറക്കുന്നതിലും സമാധാനമായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഉറക്കുന്നതിലും ഒന്നും അമ്മയ്ക്ക് കഴിയുന്നില്ല. കാരണം അമ്മ ആ ലാസ്റ്റ് അവേഴ്സ് ഓഫ് ദ ഡേ ഭയങ്കര ബിസിയാണ്. ഓഫീസിൽ നിന്ന് വരുന്നു, കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞാൽ ഭയങ്കര ബിസിയാണ്, അടുക്കളയിലെല്ലാം ഭയങ്കര ജോലി. ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് സമാധാനമായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് ഉറക്കി അതിനങ്ങനത്തെ ആവശ്യമുള്ളൊരു കുട്ടിയാണ്. കാരണം അല്ലെങ്കിൽ രാവിലെ ആ കുട്ടി ആകെ കൂടെ പല ടാൻട്രംസും കാണിക്കും. മാത്രമല്ല രാവിലെ ആഹാരം കഴിക്കാതെ സ്കൂളിൽ പോകും, വഴക്കിട്ടിട്ട് പോകും. അങ്ങനെ ഒരു കുട്ടിയാണ്. അത്തരം കുട്ടിയെ തലേദിവസം രാത്രി തന്നെ സമാധാനമായിട്ടൊക്കെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത്, മോളെ രാവിലെ ഇന്നതാണ് കഴിക്കാനുള്ളത്, അപ്പോൾ അതൊക്കെ നേരത്തെ എഴുന്നേറ്റ് വന്ന് കഴിക്കണം, നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് ഉറക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ കുട്ടി എപ്പോഴും പറയുന്നതാണ്, അമ്മ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് എന്നെ ഉറക്കണം എന്ന് പറയാൻ അതിന് അമ്മയ്ക്ക് സമയമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അമ്മയ്ക്ക് സമയമില്ല എന്നുള്ളത് അമ്മയുടെ മാത്രം ഒരു വിഷയമായിട്ട് മാറുന്നെങ്കിൽ നിങ്ങളുടേത് ഒരു വളരെ ക്രൂഡായിട്ടുള്ള നിലവാരം കുറഞ്ഞ ഒരു ഫാമിലിയാണ്. അവിടെ അപ്പന് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒന്നും ചെയ്യാതെ പുള്ളി മൊബൈൽ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിലെ എന്തെങ്കിലും കാര്യങ്ങൾ ക്യാരി ഓവർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് ചെയ്യുകയാണ്. അതൊക്കെ ഒരു ബലഹീനതയാണ്, വെറും ഒരു നാലാംകിട പരിപാടിയാണ് ഈ ആധുനിക കാലത്ത്. നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ കുട്ടിക്ക് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ അവസാനത്തെ മണിക്കൂറുകൾ ആ ദിവസത്തെ അവസാനത്തെ മണിക്കൂറുകൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അമ്മ റിലാക്സ്ഡ് ആയിട്ടിരിക്കണമെങ്കിൽ അവസാനത്തെ പാത്രം കഴുകുന്ന കാര്യങ്ങളോ അവസാനം ആ കിച്ചണൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളോ ഒക്കെ പുരുഷനും പോയി ചെയ്യാം. രണ്ടുപേരും ജോലി ചെയ്യുന്നിടത്ത് പുരുഷൻ ചാരികസേരയിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഓക്വേർഡാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും വളരെ ആവശ്യമാണ്. അത് ഒരു ഫാമിലിയുടെ പ്രയോറിറ്റി ആയി മാറണം. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. സ്ത്രീക്കാണ് ഒരു കുഞ്ഞിനെ ഉറക്കാനും കുഞ്ഞിനെ കഥ പറഞ്ഞു കൊടുക്കാനും കഴിവെങ്കിൽ സ്ത്രീ ആ ജോലി ഏറ്റെടുക്കുകയും പുരുഷന് ബാക്കി സ്ത്രീയുടെ ജോലി ചെയ്യുകയും ചെയ്യുക. ഇല്ലെങ്കിൽ പുരുഷന് അതൊക്കെ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അമ്മ ബിസി ആയിട്ടിരുന്നോട്ടെ, കുഴപ്പമില്ല, മോളെ കൊണ്ടുപോയി ഒന്ന് കിടത്തി ഉറക്കി അവൾക്കൊരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് നാളത്തേക്കൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാൻ അപ്പന് കഴിവുണ്ടെങ്കിൽ അപ്പനത് ചെയ്യട്ടെ. അല്ലാതെ ഇതെല്ലാം കൂടെ ഒരു സ്ത്രീയുടെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് സ്ത്രീയെ ഒരു സൂപ്പർ വുമണൊന്നും ആക്കാനായിട്ട് ആരും ശ്രമിക്കുകയൊന്നും വേണ്ട. അവർക്ക് അങ്ങനെ വലിയ മൾട്ടി ടാസ്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ ആണും പെണ്ണും ഒക്കെ ഒരുപോലെയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരേ കഴിവുകളൊക്കെ ഉള്ളൂ. രണ്ടുപേരും കൂടി ഈക്വലായിട്ട് ഈ കാര്യങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഷെയർ ചെയ്ത് ചെയ്താൽ ഒരു ക്വാളിറ്റി ഉള്ളൊരു ഭവനം അവിടെ രൂപപ്പെടുകയും അവിടെ കുഞ്ഞുങ്ങൾ വളരെ ഡിവൈനായിട്ട് ഡിഗ്നിഫൈഡായിട്ട് വളർന്നു വരികയും അവർ ഭയങ്കര സന്തോഷമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വന്ന് ലോകത്തിന് ധാരാളം സന്തോഷം സംഭാവന ചെയ്യാൻ കരുത്തുള്ളവരാകുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ സ്ത്രീയോ പുരുഷനോ എൻ്റെ കോമ്പറ്റീഷൻ അല്ല ഭവനം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒരു ഓൾസം എക്സ്പീരിയൻസ് ലഭിക്കണം. അതിന് അച്ഛനും അമ്മയും തമ്മിൽ സത്യം പറഞ്ഞാൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും വരുത്താതിരിക്കാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങൾക്ക് കുറവ് വരുന്നെങ്കിൽ നിങ്ങളുടെ വീട് ഒരു നിലവാരം കുറഞ്ഞ വീടാണ്. നിങ്ങളുടെ വീടിന് ഒരു നല്ല ഗൈഡൻസും മെൻറ്ററിങ് ആവശ്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പേരൻസ് ആ അച്ഛനും അമ്മയും എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്കുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ വലുതാണ്. ഒന്നുമില്ലെങ്കിൽ അവർക്ക് എവിടെയാണ് തെറ്റെന്നെങ്കിലും ക്ലിയറായിട്ട് മനസ്സിലാവും. പല കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഭയങ്കരമായിട്ട് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞ് വഴക്കിടുന്നതെല്ലാം അതിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ്. അത് വഴക്കിടുന്നത് അത് പേരൻസിനോടുള്ള അതിൻ്റെ ഇറിറ്റേഷൻസാണ് അത് കാണിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ആ കുട്ടിയെ വീണ്ടും വഴക്കിടാൻ പ്രേരിപ്പിക്കുകയും ആ കുട്ടിയോട് അതേ രീതിയിൽ തിരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന പേരൻസ് എത്ര നിലവാരം കുറഞ്ഞവരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ സന്തോഷമുള്ളവരാക്കി ലോകത്ത് രൂപപ്പെടുത്തിയെടുക്കുക, അവരെ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുക. സ്കൂളുകൾക്കും വലിയ കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയും. അധ്യാപകർക്കൊക്കെ ഈ അവധി സമയത്തൊക്കെ ധാരാളമായിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഈ അവധി സമയത്ത് എത്ര കണ്ട് ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സ്കൂള് ഒരു പ്രയോറിറ്റി വെക്കുന്നുണ്ട്.
അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ചാലക്കുടിയിൽ നിന്ന് ഒരു സ്കൂളിലെ പിന്നെ പ്രിൻസിപ്പൽ അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹം അവധിക്ക് വേണ്ട ട്രെയിനിങ്ങിൻ്റെ എല്ലാം ഡേറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ദീർഘവീക്ഷണത്തോടെ അത് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ നേരത്തെ തന്നെ അടുത്ത വർഷത്തേക്ക് ടീച്ചേഴ്സിനെ ഒരുക്കണം, എപ്പോഴാണ് നമുക്ക് അതിന് സൗകര്യം ഉണ്ടാകുക, എങ്ങനെയാണ് ഒരു 2 ദിവസത്തെ പ്രോഗ്രാം, 3 ദിവസത്തെ പ്രോഗ്രാം, ഇതൊക്കെ ഓരോരുത്തരും പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ദീർഘവീക്ഷണമുള്ള സ്കൂളുകളെന്നൊക്കെ പറയുന്നത്. അല്ലാത്തതൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. കഴിഞ്ഞ കൊല്ലത്തെ അതേ പരിപാടി തന്നെ അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ ബസ് വാങ്ങിച്ചത് കൊണ്ടോ, കുറേ യൂണിഫോമിൻ്റെ മുകളിലോട്ട് കോട്ടിട്ടത് കൊണ്ടോ, ടീച്ചർമാരെ എല്ലാം കൂടെ കോട്ടിടിച്ചത് കൊണ്ടോ ഒന്നും സ്കൂളും വിദ്യാഭ്യാസവും ഒന്നും ഉയരത്തില്ല. അവിടെ നല്ല ദീർഘവീക്ഷണമുള്ള നല്ല കാലോചിതമായ ട്രെയിനിങ്ങുകൾ അധ്യാപകർക്ക് കൊടുക്കാനും അതനുസരിച്ച് കുഞ്ഞുങ്ങളിൽ രൂപാന്തരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെയുള്ള വലിയ ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു ഏറ്റവും മനോഹരമായ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തുള്ളൂ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.